നമസ്കാരം. SFI മാപ്പ് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മയോടും SFI മാപ്പ് പറഞ്ഞു എന്ന്. പക്ഷേ മാപ്പ് പറയേണ്ടത് SFI ആണോ, SFIയുടെ മാതൃസംഘടനയായ CPM ആണോ? അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. SFI മാപ്പ് പറഞ്ഞതുകൊണ്ട് എന്തു കാര്യം? SFIയെ സൃഷ്ടിച്ച് ഇതേ രീതിയിൽ ഈ പരുവത്തിലാക്കിയ CPM എന്ന പാർട്ടി അവരല്ലേ യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടത്? കൃത്യമായിട്ടും അത് തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. ഇതുവരെയും CPMന്റെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇത്രയും ക്രൂരമായ ഒരു കൊല നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ട് വടക്കേക്ക് നോക്കി കുറ്റം പറയുന്നവർ UPയിലും ആസാമിലും ഗുജറാത്തിലും നടന്നാൽ ഇവിടെ വമ്പിച്ച പ്രതിഷേധങ്ങൾ നടത്തുന്നവർ CPM അപ്പോൾ തന്നെ പ്രസ്താവന ഇറക്കും, ഇത് ക്രൂരതയാണ് എന്ന്, വടക്കോട്ട് നോക്കി അവിടെ സംഭവം നടന്നാൽ. എന്നാൽ ഇവിടെ സ്വന്തം കക്ഷത്തിന് കീഴിൽ, ഭരണത്തിന് കീഴിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പിന്നെ SFI മാപ്പ് പറഞ്ഞിട്ട് എന്തു കാര്യം? എന്തായാലും അഫ്സലാണ് അതിന്റെ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അഫ്സലാണ് ഇപ്പോൾ ഒരു വാർത്താ ചാനലിൽ വന്ന് ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത്, ഞങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു. നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിട്ട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അച്ഛനും അമ്മയും പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് തലകുലിച്ച് നിന്ന് കേട്ടിട്ട് മാപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ അഫ്സൽ പറഞ്ഞത്. എന്നാൽ ഇത്രയും ദിവസം എന്തിനാണ് എടുത്തത്? ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് പറയാൻ, കേരള സമൂഹത്തോട് ഞങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ, ഈ ഞങ്ങൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ക്രൂരമായി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊന്ന സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് എന്തുകൊണ്ട് അന്ന് അനുശ്രീയും അല്ലെങ്കിൽ SFIയുടെ നേതൃത്വവും കേരള സമൂഹത്തോട് പൊതുമണ്ഡലത്തിൽ വന്നു പറഞ്ഞില്ല? ഇപ്പോൾ ഒരു ചർച്ചയിൽ ഒരു അവതാരകൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം? എങ്കിലും ഞാൻ പറയുന്നു, SFI ആ മാപ്പ് പറഞ്ഞത് തന്നെ നല്ലൊരു കാര്യം. അവർ തിരുത്തട്ടെ, തിരുത്തി മുന്നേറി പോക്കട്ടെ, ഒരു നല്ല വിദ്യാർത്ഥി സംഘടനയായിട്ട് വളരട്ടെ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്, CPM എന്നുള്ള പ്രസ്ഥാനം ഈ SFIയെ ഈ തരത്തിൽ പരുവപ്പെടുത്തി എടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം CPM എന്നുള്ള പ്രസ്ഥാനത്തിനും അതിന്റെ നേതാക്കൾക്കും തന്നെയാണ്. നമുക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതർ, പ്രിൻസിപ്പളും മറ്റുമൊക്കെ നടപടിയെടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം AK സെന്ററിൽ നിന്നും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ഉൾപ്പെടെയുള്ളവർ അവിടെ വരികയും പ്രിൻസിപ്പളിനെ ചീത്ത വിളിക്കുകയും പ്രിൻസിപ്പളിനെ ശാസിക്കുകയും പോലീസിനെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനോട് തട്ടിക്കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചാനലുകളിലൂടെ. അന്ന് നൽകിയ സന്ദേശമാണ് SFIക്ക് എന്ത് കുന്ത്രാട്ടവും കാണിക്കാൻ, എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ, എന്ത് ക്രൂരതയും കാണിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ലൈസൻസ് ഉണ്ട് എന്നത് അന്ന് മുതൽ നൽകിയ സന്ദേശം തന്നെയാണ്. എന്തിനിപ്പോൾ ജനകീയ യാത്ര നടത്തിയപ്പോൾ തല്ലിച്ചതച്ചിട്ടും ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശവും എന്താണ്? എത്ര ക്രൂരമായിട്ടാണ് ഓരോരുത്തരെയും റോഡിൽ വെച്ച് തല്ലി ചതച്ചത്, അദ്ദേഹത്തിന്റെ ഗൺമാൻ ഉൾപ്പെടെ. എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ന് ഇപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഇയാൾ നൽകുന്ന സന്ദേശമാണ് SFIയെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇത്രയും ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വഴിയൊരുക്കിയത്. അതുകൊണ്ട് മാപ്പ് പറയേണ്ടത് SFI അല്ല, പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയുമാണ്.